ഹായ് ഫ്രണ്ട്സ്, കേരള PSC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തേത് ഒരു സ്റ്റഡി വ്ളോഗാണ്. ഇനിയിപ്പോൾ ASM എക്സാമിന് ഒരു 10 ദിവസം കൂടിയാണ് ഉള്ളൂ അല്ലേ. എനിക്ക് 2-ാം തീയതിയാണ് എക്സാം. തൃശ്ശൂരാണ് ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഉള്ള ദിവസങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 9:45 കേട്ടോ. സാധാരണ ഒരു 9:30 കൂടിയിട്ടൊക്കെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു 9:45 ഒക്കെ ആയിട്ടുണ്ടിരുന്നപ്പോൾ. പിന്നെ മൈഥിലിമോളും ദേവക്കുട്ടനും ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു സന്ധ്യ വരയ്ക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അത്യാവശ്യം LDC മോഡലിലുള്ള മാരത്തോൺ ക്ലാസ്സുകൾ കണ്ടിരുന്നു. സൈലത്തിൻ്റെയും അതുപോലെ തന്നെ ഫാൽക്കൺ PSCയുടെയും ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ട ക്ലാസ്സുകൾ. അപ്പോൾ അതിലത്തെ നോട്ട്സ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എഴുതിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയെടുത്തിട്ടുണ്ട്. എനിക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ആദ്യം തന്നെ ഒന്ന് റിവിഷൻ ചെയ്തത്. അതിനുശേഷം SCRTയുടെ ഇൻഡെക്സാണ് ഈ കാണുന്നത്. SCRTയിൽ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് 10ാം ക്ലാസ്സിലത്തെയൊക്കെ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കി. പിന്നെ ചില ഭാഗങ്ങൾ എനിക്ക് ഈ കാറ്റുകളുടെ ഭാഗം, അതുപോലെ തന്നെ ചില മേഘങ്ങളുടെ ഭാഗം, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് എപ്പോഴും തോന്നും കേട്ടോ. പഠിച്ച് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അതെനിക്ക് ഓർമ്മ നിൽക്കണ പോലെ തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ നേരം ഇരുന്ന് വായിച്ചത്. ബാക്കി ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം വായിച്ച് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കി. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വർഷങ്ങൾ അതൊരു ഓർഡറിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ, വേറൊരു പേജിൽ എഴുതിയിട്ട്. ഇപ്പോൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാലഗണന ക്രമത്തിൽ എഴുതാനൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു നോട്ട് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കാലഗണന ക്രമം നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് സബ്ജക്റ്റ് വൈസ് നോക്കാണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, നല്ല ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നന്നായി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന എക്സാം, അതായത് ASM വളരെ അടുത്തെത്തിയല്ലോ. അപ്പോൾ പിന്നെ അതിന് അതായിരിക്കും ബെറ്റർ. അതായത് ഒരു പാഠം എടുത്ത് കുറേ നേരം അത് തന്നെ ഇരുന്ന് നോക്കാണ്ട് ആ ഒരു ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം ആദ്യം നോക്കുക, പിന്നെ അടുത്ത ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം നോക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരാഴ്ച, ഇനിയിപ്പോൾ August 2 കഴിയണ വരെയും അങ്ങനെ തന്നെയാണ് നോക്കാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഫാൽക്കൺ PSC എന്ന് പറയുന്ന ചാനലിൽ ലാസ്റ്റ് നടന്ന ഫയർ വുമൻ്റെ ഒരു എക്സാം അനാലിസിസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടു ഞാൻ. എൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ റിവിഷനൊക്കെ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി ഒരു പാറ്റേണൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഫയർ വുമൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത്. അത് പക്ഷേ ആ എക്സാം അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് പേപ്പർ തന്നെയായിരുന്നു. ഒരു എബവ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടപ്പോൾ കുറേ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ മൗസിൻ റാം, ആ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നതിനുള്ള കാരണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ ഒട്ടും, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്കത് ആൻസർ ചെയ്യാനായിട്ട് കറക്റ്റ് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അനാലിസിസ് കണ്ട് അതിലെനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നിന്ന് തോന്നിയതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോപ്പിക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ ആ 4 സ്റ്റേറ്റ്മെൻറ്റും കാണുമ്പോൾ എനിക്ക് ചില നേരത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചില നേരത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാറില്ല കേട്ടോ. പക്ഷേ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി കാമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എക്സാം ഹാളിലത്തെ ടെൻഷനോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയമില്ലാത്തതിൻ്റെ പ്രശ്നം ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ PSC നോക്കിക്കൊണ്ടിരിക്കണവരൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ള, അതായത് 2024-25 എല്ലാ എക്സാമിൻ്റെ അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ. എന്നിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഒരു പൊരുത്തപ്പെടാനായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് എക്സാം ഹാളിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു ടെൻഷനിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കത് ചെയ്തെത്തിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് PYQs ചെയ്ത് നോക്കൽ മാത്രമാണ് അതിനൊരു മാർഗ്ഗമുള്ളത്. പിന്നെ സുപ്രധാന നിയമങ്ങൾ, ആ ഒരു ഭാഗം അതെനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആണ് കേട്ടോ. ആദ്യമൊക്കെ ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പല ക്ലാസ്സുകളൊക്കെ കേട്ട് നോട്ട്സൊക്കെ എഴുതി വെച്ച് പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റാറില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആക്സിൻ്റെ ഒരുവിധം ഈ സൈലത്തിലൊക്കെ വരുന്ന ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. അതെത്ര പഠിച്ചു കഴിഞ്ഞാലും അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിലത്തെ ആ സെക്ഷൻസും എല്ലാ കാര്യങ്ങളും അത് മറന്നു പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയെടുത്തിട്ടുള്ള നോട്ട്സും എല്ലാതും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ടോ. ഈ ആഴ്ച അധികവും റാങ്ക് ഫയലിലത്തെ കാര്യങ്ങളല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ ആഴ്ച റിവിഷൻ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും കേൾക്കാത്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയെടുക്കാറുള്ളത്. ബാക്കി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അത്ര അങ്ങോട്ട് എഴുതിയെടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ നോട്ടിലത്തെ കാര്യങ്ങളാണ് അധികവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഴ്ചത്തെ പഠനത്തിൽ. പിന്നെ ഒരു 3:15 കൂടിയൊക്കെ മൈദിൽമോളും ദേവക്കുട്ടനും ക്ലാസ് കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അവർ വന്ന് ഒരു 5 മണി ഒക്കെ നേരത്ത് അവരെ ഹോംവർക്കൊക്കെ ചെയ്യിക്കാൻ ഇരുത്തും. അപ്പോൾ 3 മണി തൊട്ട് പിന്നെ ഒരു 5 മണി വരെയുള്ള നേരത്തൊന്നും ഒട്ടും പഠിക്കാൻ പറ്റില്ല. പിന്നെ അവർ ഹോംവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാരാണ് PSC പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോണിൽ ഒന്നുകിൽ വല്ല കറണ്ട് അഫെയർസിൻ്റെ PDF, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ തന്നെ മാർക്ക്ഡ് PDF ഉണ്ടാവുമല്ലോ, ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള PDF. അതിപ്പോൾ പല ടെലഗ്രാം ചാനലിലൊക്കെ കിട്ടും. അപ്പോൾ അതെന്തെങ്കിലും ഒക്കെ കയ്യിൽ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരത് എഴുതണ നേരം കൊണ്ട് ഓൾറെഡി നമുക്ക് നോക്കി കഴിഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കാനുള്ള നേരം അതിൻ്റെ ഇടയിൽ കിട്ടും കേട്ടോ. ഒട്ടും പഠിക്കാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ ഇരുന്ന് നമുക്ക് നോക്കൽ നടക്കില്ല. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെയുള്ള നേരത്ത് റിവൈസ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസമല്ല എങ്കിലും അത് മിക്കപ്പോഴും ഇവർ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു PDF കൊടുത്തിട്ട് ഞാൻ ഫോണും അടുത്ത് വെച്ചിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവരെ പഠിപ്പിക്കൽ നടക്കും. അപ്പോൾ എല്ലാവരും പല പല കാര്യങ്ങൾ ഉള്ളവരാണല്ലോ. കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് PSC പഠനം തുടരുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് വാങ്ങി ജോലിക്ക് കയറിയിട്ടുള്ളവരും അത് ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് പറ്റണ പോലെ ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞിരിക്കാണ്ട് അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം മോട്ടിവേഷൻ വീഡിയോസ് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ. വേറെ വീഡിയോസൊന്നും കണ്ടു പോവാണ്ട് ഇടയ്ക്കൊരു സ്ട്രെസ്സും ഇതൊക്കെ തോന്നുമ്പോൾ ഞാനും അത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെയാണ് എപ്പോഴും മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പതറിപ്പോണ സമയത്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഞാനും അത് അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഒട്ടും സമയം പാഴാക്കി കളയാണ്ട് പരമാവധി നല്ല രീതിയിൽ തന്നെ പഠിച്ച് വരുന്ന എക്സാമുകളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.